ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫ് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ അല്ലെങ്കിൽ LDF-നെ വളരെ ദോഷകരമായി ബാധിച്ചു. പിന്നീട് അവർ തന്ത്രപരമായിട്ട് അത് കോൺഗ്രസിനെതിരായിട്ട് തിരിച്ചുവിട്ടു. ആൻ്റോ ആൻ്റണി MP, അടൂർ പ്രകാശ് MP എന്നിവർക്ക് ഈ പറയുന്ന പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. കൂടാതെ ശബരിമല തന്ത്രി കണ്ഠര് രാജീവ് ഒരു തിരുവല്ലയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചു. ആൻ്റോ ആൻ്റണി അതേ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 2 കോടി രൂപ കടം വാങ്ങി എന്ന് പറയപ്പെടുന്നു. അപ്പം നിക്ഷേപിച്ച ഒരാൾ ഇവിടെ ആൻ്റോ ആൻ്റണിക്ക് പണം കൊടുത്തു. അടൂർ പ്രകാശ് ഈ ഡൽഹിയിലിരുന്നപ്പോൾ പോറ്റി വിളിച്ചുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോയി എന്ന് പറഞ്ഞു. ഇതെല്ലാം കോൺഗ്രസിനെതിരായിട്ട് വന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ വീണ്ടും ഈ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പുറത്തുവിട്ടുണ്ട്. കോൺഗ്രസ് തിരിച്ചടിക്കുന്നു. എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്? അല്ല, അതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. അതിൽ ഒരാഴ്ച ഇവർ ജയിച്ചതാണെന്ന് തോന്നും, അടുത്ത ആഴ്ച മറ്റവർ ജയിച്ചു എന്ന് തോന്നും. അതിൽ വലിയ കഥയൊന്നുമില്ല. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ, നെടുമ്പറമ്പിൽ ഫിനാൻസ്, അതെ, രാജു ഇങ്ങനെ തന്ത്രിയെ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ കാശൊന്നും ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ തന്ത്രിയുടെ റോളില്ല എന്ന് മനസ്സിലാവുന്നു. ആൻ്റോ ആൻ്റണി കാശ് വാങ്ങിച്ചു, തിരിച്ചു കൊടുത്തില്ല. അതിൽ സിനിജി പേഴ്സണലി എനിക്ക് അത്ഭുതമില്ല. എനിക്ക് അറിയാവുന്ന എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരൊറ്റ രാഷ്ട്രീയക്കാരനും കടം വാങ്ങിയ ആൾക്കാർ തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരൊറ്റ ആളില്ല. എക്രോസ് പാർട്ടി ലൈൻസ്, ഞാനൊരു പാർട്ടി മാത്രമല്ല പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കൾ കാശ് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കില്ല, കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അവരുടെ തോന്നൽ. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു 40,000 രൂപയുടെ ജോലി ഒരു രാഷ്ട്രീയ നേതാവ്, അങ്ങനെ വലിയ കോളേജ് പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞാനോർത്ത് കോളേജ് പ്രൊഫസറൊക്കെ റിട്ടയർ ചെയ്തൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ തുകയുമല്ല 40,000 രൂപ. അങ്ങനെ തന്നില്ല. പിന്നെ എനിക്ക് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ചാൽ അതിനും മുകളിലുള്ള ആൾക്കാരെ കൊണ്ട് ഇയാൾ പറയിച്ച്, മോശമാണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്നൊക്കെ പറയിച്ചിട്ട് ഇങ്ങനെ ഇല്ലാഞ്ഞിട്ടല്ല, തരുന്നില്ല. അത് എൻ്റെ ഒരേ ഒരു അനുഭവം. പക്ഷേ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഒരുപാട് എനിക്കറിയാം. രാഷ്ട്രീയക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിക്കോട്ടെ, അതെന്തിനു വേണ്ടി നമ്മുടെ നിന്ന് വാങ്ങിയ കാശായിക്കോട്ടെ, അത് അവർക്കുള്ളൊരു സംഭാവനയായിട്ടാണ് മനസ്സിൽ അവർ കുറിക്കുന്നത്, അല്ലാതെ തിരിച്ചു കൊടുക്കാനുള്ള കാശായിട്ടല്ല. സിനുജി കെട്ടിത്തൂങ്ങി ചാവാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പോലും രാഷ്ട്രീയക്കാരൻ കാശ് തരില്ല. അത് രാഷ്ട്രീയക്കാരുടെ പൊതുവെയുള്ള ഒരു സ്വഭാവ വൈചിത്ര്യമാണ്. അതുകൊണ്ട് ആൻ്റോ ആൻ്റണി കാശ് വാങ്ങി തിരിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നത് ഒരു അത്ഭുതമില്ല. ആൻ്റോ ആൻ്റണിക്ക് കാശ് കൊടുത്ത മറ്റേ പുള്ളിയാണ് മണ്ടൻ. ഒരു ഡോക്യുമെൻറ്റോ കൊലാറ്ററലോ ഒന്നുമില്ലാതെ ആൻ്റോ ആൻ്റണിക്ക് എടുത്ത് കൊടുത്ത് അന്നത്തെ ഒരു ബന്ധം വെച്ച് ചെയ്തായിരിക്കും. അങ്ങനെ എന്തോ കേരള കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ബന്ധത്തിലല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം പത്തനംതിട്ടയുടെ MP ആണ് ആൻ്റോ ആൻ്റണി. ശബരിമലയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിലും ആൻ്റോ ആൻ്റണി MPക്ക് ഒരു നിർണായകമായ റോളുണ്ടാവും. ഇവിടെ ഈ സ്വർണ്ണപ്പാളിയുടെ കവർച്ച ഉണ്ടായി, അല്ലെങ്കിൽ അതിന് ദ്വാരപാല ശില്പത്തിൻ്റെ കവർച്ചയൊക്കെയായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയൊരു കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഹിതം തന്ത്രിയിലേക്ക് എത്തും. അതുകൊണ്ടാണല്ലോ തന്ത്രി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. നമുക്ക് തെളിവ് വരണം ഇനി പുറത്തേക്ക്. എന്നിനും ഈ തന്ത്രി പണം നിക്ഷേപിച്ചില്ല എന്ന് പറയുമ്പോഴും EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് തന്ത്രി അവിടെ പണം നിക്ഷേപിച്ചു എന്നും. എന്നിട്ട് ആ പണം ബാങ്ക് അടച്ചുപൂട്ടിയപ്പോൾ, അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടിയപ്പോൾ തനിക്ക് പണം നഷ്ടമായി എന്നല്ല പറയുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കുറച്ച് പണം എനിക്ക് നഷ്ടമായി എന്ന് പറയുന്നത്. ഇവിടെ ആൻ്റോ ആൻ്റണി പണം മേടിച്ചു. ആൻ്റോ ആൻ്റണിയുടെ ഭാര്യ നിരവധി തവണ ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമയെ ചെന്ന് കണ്ടിട്ട് സഹായിക്കണം, പണം നൽകണമെന്ന് പറയും. അങ്ങനെ 2 കോടി രൂപ നൽകിയെന്ന് പറയുന്നു. 20 ലക്ഷം രൂപയോളം ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ മകൾ ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നു. 2 കോടിയെക്കുറിച്ച് ആൻ്റോ ആൻ്റണി മിണ്ടുന്നില്ല. അപ്പോൾ അവിടെ നടന്ന കച്ചവടത്തിൻ്റെ ലാഭവിഹിതം ആൻ്റോ ആൻ്റണിക്ക് കൊടുത്തു. അങ്ങനെയല്ലേ വ്യാഖ്യാനിക്കുക? ആയിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായി അക്കൗണ്ടും ഒക്കെ ഫ്രീസ് ചെയ്ത് നാശമായി നിൽക്കുകയാണ് എൻ്റെ രാജ്യം. ആ അവസ്ഥയിൽ അയാളൊരു നുണ പറയേണ്ട കാര്യമില്ല. അയാൾ തന്ത്രി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ പറയാൻ മതി തന്ത്രി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആൻ്റണി രാജുവിന് കാശ് കൊടുത്തു, അത് തന്നില്ല.
അപ്പോൾ തന്ത്രി ഇട്ട കാശാണ് രാജുവിന് കൊടുത്തത്? ആണ്. കാരണം എവിടുന്നെങ്കിലും കിട്ടിയ കാശെടുത്തല്ലേ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ തന്ത്രി ഇട്ട കാശ് രാജുവിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്ത്രി രാജുവിന് കൊടുത്തു എന്നൊന്നും അർത്ഥമില്ല. ആ. ദേ ഇത് ആൻറ്റോ ആൻ്റണിക്ക് കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞല്ല തന്ത്രി ഡെപ്പോസിറ്റ് ചെയ്തു. തന്ത്രി ഡെപ്പോസിറ്റ് 10 ലക്ഷം രൂപ സിനിജി ബാങ്കിലിടുന്നു, 10 ലക്ഷം രൂപ ഞാൻ ലോൺ എടുക്കുന്നു. അതിനർത്ഥം സിനിജിയുടെ നിന്ന് ഞാൻ ലോൺ മേടിച്ചു എന്നാണ്? അല്ലല്ല, ബാങ്കിലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അലിഗേഷൻ ഇതില്ല. ഞാൻ വിചാരിക്കുന്നത് NM രാജു ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. തന്ത്രി ഇട്ടില്ല, തന്ത്രി ഇട്ടു എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ദോഷം, അങ്ങേരെ ആകെ മുങ്ങി നിൽക്കുക. അങ്ങനെ എന്തിനാ ഇപ്പോൾ ഒരു നുണ പറയുന്നത്? ഈ മാത്രമല്ല, കാശ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് റെക്കോർഡുണ്ടാവും. ഈ റെക്കോർഡ് പുറത്ത് വന്നു കഴിയുമ്പോൾ രാജുവിൻ്റെ വാദം പൊളിയും. അങ്ങനെ തന്ത്രിയെ രക്ഷിച്ചിട്ട് രാജുവിന് ഇപ്പോൾ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് രാജു പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തന്ത്രി ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്ത്രി അങ്ങ് പുണ്യവാളനൊന്നും ആയിട്ടില്ല. തന്ത്രി ചെയ്ത ബാക്കി കാര്യങ്ങൾ അവിടെ കിടക്കുന്നു, കേസൊക്കെ അവിടെ കിടക്കുന്നു. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തോ ഇല്ലെന്നുള്ള കാര്യത്തിൽ മാത്രമേ ക്ലാരിറ്റി രാജു വരുത്തിയെടുക്കൂ. ആൻറ്റോ ആൻ്റണി തീർച്ചയായിട്ടും ആൻറ്റോ ആൻ്റണി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭാര്യയും കൂടെ സോണിയാഗാന്ധി സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുറത്തു വന്ന ചിത്രത്തിലും ആൻറ്റോ ആൻ്റണി ഒപ്പമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭാര്യയും കൂടെ അങ്ങോട്ട് പോകുന്നു. എന്തിനു പോകുന്നു? അത് ശബരിമലയിൽ ഒരു കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ പറയുന്നു. എങ്കിലും അവിടുത്തെ MP അല്ലേ ഞാൻ, അതുകൊണ്ട് ഞാനും കൂടി പോയി. ഈ പറച്ചിലിൽ തന്നെ ഒരു അവ്യക്തതയല്ലേ? അല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റീച്ചുള്ള ആളാണ്. അയാൾക്ക് ഒരുപാട് കണക്ഷനുണ്ട്. ഞാൻ സിനിജിയോട് പറഞ്ഞു, കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരുടെ കയ്യിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊബൈൽ നമ്പറുണ്ട്. കാരണം ശബരിമലയിൽ പോയി പെട്ടെന്ന് തൊഴുത് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉപയോഗിക്കുന്ന റൂട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അതൊരു തെറ്റായിട്ട് ആരും കണ്ടിരുന്നില്ല. അത് തെറ്റല്ല താനും. ഇപ്പം മാധ്യമരംഗത്തുള്ളവർക്ക് അവിടെ പോയിട്ട് 10-15 മണിക്കൂർ ക്യൂ കിടക്കാൻ പറ്റുമോ? പറ്റില്ല. അവരുടെ ഡ്യൂട്ടിയുടെ പ്രഷർ അത്ര വലുതാണ്. അപ്പോൾ അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയും, ഒരു കാര്യം ചെയ്യും, ഒരു 9-10 മണിയാകുമ്പോൾ സന്നിധാനത്ത് എത്തിക്കോ, എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാനവിടെ ഇന്ന മൂലയ്ക്ക് ഉണ്ടാവും. പോരും. ഇവർ VIP റൂട്ടിലൂടെ കയറ്റി തൊഴിച്ച് തിരിച്ചു പോകും. അപ്പോൾ അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ അതിന് അഴിമതിയോ സംഗതിയോ ഒന്നുമില്ല. ഒരു സഹായം, ക്യൂ ബൈപ്പാസ് ചെയ്ത് ഒന്ന് തൊഴാൻ സമ്മതിച്ചു. അങ്ങനെ എല്ലാവരുടെയും ഗുഡ് ബുക്സിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ കുഴപ്പമായി കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്കീലാണെന്ന് വെച്ചു, ഞാൻ കോടതിയിൽ വാദിക്കാൻ പോകുന്നത് ഇതാണ്, സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, എന്നോട് ഈ പാളി കൊണ്ടുപോയിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ പൂശാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി പൂശി. അത് തിരിച്ചു കൊണ്ടുവരാൻ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, അവിടെ കൊണ്ടുപോയി. വേറെ 2-3 സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പാളി മദ്രാസിൽ കൊണ്ടുപോയത്. പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് നേരത്തെ മുതൽ എനിക്കറിയാം. ഞാൻ ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ 2-3 ക്ഷേത്രങ്ങളുടെ മേൽശാന്തിയാണ്, തന്ത്രിയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. ഇവിടെ ഞാൻ 2 സീസണിലും പരികർമ്മിയാണ് ഞാൻ. അതായത് മേൽശാന്തിയുടെ താഴെ കീഴ്ശാന്തി, കീഴ്ശാന്തിയുടെയും താഴെയാണ് പരികർമ്മി. ശമ്പളവും ഇല്ല, ഒന്നുമില്ല, ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ മേടിക്കും. പക്ഷേ ഈ പേര് എനിക്ക് ബാംഗ്ലൂർ ഉപയോഗിക്കാം, ശബരിമല തന്ത്രി പൂജാരി എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു സൽപ്പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ തെറ്റുണ്ട്. ഇപ്പം നരേന്ദ്രമോദിയുടെ PA ആയിട്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ എത്ര പേരെ കിട്ടും? ഒരുപാട് പേരെ കിട്ടും. അതെ, ശമ്പളമൊന്നും വേണ്ട. നരേന്ദ്രമോദിയുടെ PA എന്ന് പേര് കിട്ടിയാൽ മതി. ആ പേര് വെച്ച് അയാൾക്ക് നാട്ടിൽ വലിയ ആളില്ല. അതെ, ഇതാണ്. അതിന് അഴിമതിയൊന്നുമില്ല. അയാൾ 10 പൈസ ആരോടും മേടിക്കുന്നില്ല, ആർക്കും നിയമനം കൊടുക്കുക, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ PA ഒരു കസേര കൊടുക്കുക, ഒരു ഗമ. ഇത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇത് കവിഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. അല്ല, നിങ്ങൾ വിജയമല്ല സ്വർണം പൂശി, എനിക്കറിയില്ല വിജയമല്ല സ്വർണം പൂശി. എന്നോട് ദേവസ്വം ബോർഡ് പറയുന്നു, എടോ ദേ ഈ ഇളക്കി വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ചാക്കി കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊടു. അവരെ അറിയൂ? ഞാൻ അറിയുന്നു സാർ. സ്മാർട്ട് ക്രിയേഷൻസിന് എനിക്കറിയാം. കാരണം ബാംഗ്ലൂരെ പല ആവശ്യത്തിനും ബെല്ലാരിയിലെ ഗോവർദ്ധൻ ഇവരൊക്കെ അവിടെ പോകുന്നതാണ്. ഗോവർദ്ധൻ വലിയ അയ്യപ്പ ഭക്തനാണ്.
അയാളാണ് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ സ്വർണം പൂശിയത്, മറ്റേത് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ എനിക്കറിയാം. ഐഡൻറ്റിറ്റി ഞാനതിനെന്ത് കുറിച്ചു? ഞാനൊരു 10 പൈസ എടുത്തിട്ടില്ല, ആരുടെയും സ്വർണം മേടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. ദേവസ്വം ബോർഡ് പറഞ്ഞത് ഞാൻ ജോലി ചെയ്തു, ഇത്രയേ ഉള്ളൂ. തന്ത്രി മേൽശാന്തിയൊക്കെ എന്നോട് പറയും, മണി എടുത്തുകൊണ്ട് പോവാം, തട്ടം എടുത്തുകൊണ്ട് പോവാം, ആ മുല്ലപ്പൂവ് എവിടെ പോയി, ആ തുളസിക്കതിർ എവിടെ, അതെടുത്ത് കൊടുക്കുന്ന പോലെ അതുപോലെ ഈ കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോടും. ഞാൻ എടുത്ത് ചാക്കി കെട്ടി ഞാൻ കൊണ്ടുപോയി. ഇപ്പോൾ ഇവരൊക്കെ ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കടത്തിക്കൊണ്ട് പോയിരുന്നല്ല ഇത്. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് ബന്ധങ്ങളുണ്ട്. കാരണം ഇവരൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടെന്ന്. തൊഴാനും പിടിക്കാനും അവിടെ താമസിക്കാനും ഗസ്റ്റ് ഹൗസ് വേണം, അതിന് വേണം. ഒരാൾക്ക് പടിപൂജ നടത്തണം. പടിപൂജ ചില്ലറ കാര്യമാണ്. കാശ് ദേവസ്വം ബോർഡിൽ അടച്ചാൽ മാത്രം പോരാ, നമ്മളതിൻ്റെ സാധന സാമഗ്രികളൊക്കെ അവിടെ എത്തിക്കണം. സിനിജി വിചാരിച്ചാൽ ഒരു പടിപൂജയ്ക്കുള്ള സാധനം സന്നിധാനത്ത് എത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയും, ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനുള്ള കോൺടാക്ട്സ് ഉണ്ട്. നിലയ്ക്കൽ, പത്തനംതിട്ടയിൽ, മാർക്കറ്റിൽ, അവിടെ ഇവിടെയൊക്കെ എല്ലാവരെയും വിളിച്ച് പോവും. അത് ഇത് ചന്ദനത്തിരി, എണ്ണ, നെയ്യ്, അത് കംപ്ലീറ്റ് ഏർപ്പാടാക്കും. അപ്പോൾ സിനിജിക്ക് ഒരു സന്തോഷമായി. ഒരു 20,000 രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. പോറ്റി പറയാൻ അല്ല, ഇരിക്കട്ടെ എൻ്റെ ഒരു സന്തോഷം. ഇതാണ് പോറ്റിയുടെ വരുമാനം. ഇതിൽ തെറ്റുന്നത്, ഇതിൽ കറപ്ഷനുണ്ട്. പ്രൈവറ്റ് സിറ്റിസണാണ്. അങ്ങനെക്കും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഒന്നും ബാധകമല്ല. ആരെയും വെട്ടിച്ചിട്ടില്ല, തട്ടിച്ചിട്ടില്ല. ഒരു ഛേദമില്ലാത്ത ഉപകാരം സിനിജിക്ക് ചെയ്ത് സന്തോഷമായിട്ട് 20,000 രൂപ കൊടുത്ത് മേടിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കേസ്. ഞാനാണ് അങ്ങനത്തെ വക്കീലെങ്കിൽ വാദിക്കാൻ. ഏത് മത്സരം അറിയാർക്ക് വിടുറോ അയാളെ, എന്തെന്നും അയാളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങളെ കൂടെയാണ്, ബാക്കി ഒറ്റ വിധത്തിനെയും വിടരുത്, ഇയാളെ വിടരുത്. ഇതേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോൾ. ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി തുടങ്ങിയോ, അത് യഥാർത്ഥത്തിൽ ഈ കടന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ വിറ്റ് മോഹവിലേക്ക് കൊടുത്ത് വാങ്ങാനുണ്ട്. അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പങ്ക് തന്ത്രിക്ക്, പോറ്റിക്ക്, ഈ പറയുന്ന ആൻറ്റോ ആൻ്റണിക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇവിടെ രാജു എന്ന് പറയുന്ന സ്ഥാപന ഉടമ പറയുകയാണ് ഈ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു, 2 കോടി. ഇപ്പം ഈ 2 കോടിയെക്കുറിച്ച് ആൻറ്റോ ആൻ്റണി മിണ്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ SIT ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യണ്ടേ? അതൊക്കെ വേറെ ഏതോ കാശാണ്. 2019 സ്വർണ്ണ വില നോക്കുക. ഇതിൽ കാണാതെ പോയ സ്വർണം എത്രയാണെന്ന് നോക്കുക. 4 കിലോ എന്ന് ആദ്യം പറഞ്ഞു. ആ 4 കിലോ എന്ന് തന്നെ വെച്ചോ, അതിന് 2019 എന്ത് വിലയുണ്ട്? 40 ലക്ഷം 50 ലക്ഷം രൂപ വരും. ഈ 16 പ്രതികൾ ഇത് വീതിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര? 3 ലക്ഷം രൂപ കിട്ടും. 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കൃത്രിമം മുഴുവൻ കാണിക്കുന്നത്? അല്ല. അപ്പോൾ ഇവർ പറയുന്നത് വിദേശത്തേക്ക് കടത്തി. വിദേശത്ത് ആർക്ക് വേണം ഈ പാളി? എനിക്ക് മനസ്സിലാവണം. ഈ പാളിക്ക് എന്ത് പുരാവസ്തു മൂല്യമാണുള്ളത്? ഇത് 98 പൊതിഞ്ഞ് വെച്ച പാളിയല്ലേ? 98 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? എന്ത് പുരാവസ്തു? പുരാവസ്തു എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷമെങ്കിലും പഴക്കം വേണ്ടേ? അങ്ങനെയൊക്കെ ഉള്ളതാണ് പുരാവസ്തു എന്ന് പറയുന്നത്. 2500 വർഷം പഴക്കമുള്ളൊരു നടരാജ വിഗ്രഹം, ആ പുരാവസ്തുവാണ്. അല്ലാതെ 1998 നിങ്ങൾ സ്വർണം പൊതിഞ്ഞ ഒരു സാധനം, അതിൽ ശകല ആശാരിപ്പണിയും ചെയ്തിട്ടുണ്ട്, ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും പുരാവസ്തുവൊന്നുമല്ല. അതിന് ആ ഗോൾഡിൻ്റെ വാല്യൂ കിട്ടും, അതിൽ കഴിഞ്ഞുള്ള വാല്യൂ കിട്ടില്ല. ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളി എന്ന് പറഞ്ഞിട്ട് പവിത്രമായൊരു സാധനം ഇല്ല. ഗുരുവായൂർ സ്വർണ്ണവാതിൽ, ആ വാതിലിൻ്റെ ഒരു കഷ്ണമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതിന് മോഹവില കൊടുക്കുമോ? ഒന്നുമില്ല, ആരും മാത്രമല്ല പേടിയുമാണ് ആൾക്കാർക്ക്. അമ്പലത്തിലെ സാധനത്തിൻ്റെ ഒരു കഷ്ണം, സ്വർണത്തിൻ്റെ ഒരു കഷ്ണം, കിരീടത്തിൻ്റെ ഒരു കഷ്ണം, മാലയുടെ ഒരു കണ്ണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് പേടിയാവും. കാരണം അതൊരു ഒരു നല്ല ശകുനമല്ല. അത് അമ്പലത്തിൽ നിന്നുള്ള സ്വർണം വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് നല്ല ശകുനമല്ല. വിശ്വാസികളോട്, കടുത്ത വിശ്വാസികളോട് ചോദിച്ചു നോക്കും, അവർ ചെയ്യില്ല. അത് ദുശകുനമായിട്ടാണ് വയ്ക്കുന്നത്. ഭഗവാന്റെ ആഭരണത്തിൽ നിന്നൊരു കഷ്ണം നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുക, അതും മോഷ്ടിച്ചെടുത്തത്, ഓതറൈസ്ഡ് പോലുമല്ല. അവിടെ പൂജിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആറ്റുകാല ചോറ്റാനിക്കരയൊക്കെ അവിടെ പൂജിച്ച ലോക്കറ്റ് വയ്ക്കാനുണ്ട്. ആ ലോക്കറ്റ് സന്തോഷത്തോടെ വാങ്ങും. കാരണം അത് ദേവി അറിഞ്ഞ് അനുഗ്രഹിച്ച് വെച്ചിട്ടുള്ള ലോക്കറ്റാണ്. അല്ലാതെ ദേവിയുടെ സ്വർണം ഞാൻ അടിച്ചു മാറ്റിയതാണ്, ഒരു കഷ്ണം വേണോ എന്ന് ചോദിച്ചു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ ഈ കഥകൾക്കൊന്നും ഒരർത്ഥമില്ല. അതാണ് SITക്ക് ഈ കുറ്റപത്രം കൊടുക്കാൻ പറ്റാത്തത്. SITക്കാർക്ക് തലയ്ക്ക് വെളിവുണ്ടല്ലോ, അവർ TV ബഹളം കേട്ടല്ല ചെയ്യുന്നത്. ഇപ്പോഴും അവർക്ക് കുറ്റപത്രം തയ്യാറാക്കാൻ പറ്റുന്നത്
ഇന്നും ടി വിയിൽ എഴുതി കാണിക്കുന്നു. എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ഇതുവരെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യാൻ, കുറ്റപത്രം തയ്യാറാക്കാൻ. എത്ര പോയി അറിയില്ല. ഇനിയിപ്പോൾ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ കൊണ്ടുപോകാൻ പോകുന്നു, നാസയിൽ കൊണ്ടുപോട്ടെ, എന്തിനും ബാബ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.